അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിക്ക് പകരം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇറാനിൽ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഭരണതലത്തിലെ ഈ സുപ്രധാന പ്രഖ്യാപനം. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിന്റെ ആദ്യ ദിനത്തിലുണ്ടായ ബോംബാക്രമണത്തിലാണ് മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഇതേ ആക്രമണത്തിൽ മുജ്തബ ഖമേനിയുടെ അമ്മയും ഭാര്യയും ഒരു സഹോദരിയും കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണത്തെ അതിജീവിച്ച 56 വയസ്സുകാരനായ മുജ്തബയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി 88 അംഗ വിദഗ്ധ സമിതി വോട്ടിംഗിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ നിർണായക ഘട്ടത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പുതിയ നേതാവിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും സമിതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ലാത്ത മുജ്തബ ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനോ പ്രസംഗിക്കാനോ അധികം താല്പര്യം കാണിക്കാത്ത വ്യക്തിയാണ്. അതിനാൽ തന്നെ മിക്ക ഇറാൻ പൗരന്മാർക്കും അദ്ദേഹത്തിന്റെ ശബ്ദം പോലും അപരിചിതമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി പിതാവിന്റെ വിശ്വസ്തനായി ഭരണതലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ തീവ്ര നിലപാടുകാരന്റെ കടന്നുവരവ് ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ യാഥാസ്ഥിതിക വിഭാഗത്തിനുള്ള ശക്തി എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കൂടാതെ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഒത്തുതീർപ്പിനോ ചർച്ചകൾക്കോ ഇറാൻ തയ്യാറായേക്കില്ലെന്ന വ്യക്തമായ സൂചന കൂടിയാണ് ഈ തീരുമാനം നൽകുന്നത്. 2009 ഗ്രീൻ മൂവ്മെന്റ് മുതൽ അടുത്തിടെ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ വരെ അടിച്ചമർത്തുന്നതിൽ മുജ്തബ ഖമേനി സുപ്രധാന പങ്ക് വഹിച്ചിരുന്നതായി വിമർശകർ ആരോപിക്കുന്നു. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധം നേരിടുന്ന അദ്ദേഹം വലിയൊരു സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ ഉടമ കൂടിയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങൾ രാജ്യത്തുടനീളം ശക്തമായി തുടരുന്നതിനാൽ ഇറാനിൽ ഇപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ പുതിയ പരമോന്നത നേതാവിന് കീഴിൽ ഇറാന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.